പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ചെറുതാഴം ശ്രീ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. നമ്മൾ എല്ലാവരും കേട്ട് പരിചയം ശ്രീ ഹനുമാൻ ക്ഷേത്രമാണെന്ന്. എന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര് ഇതാണ്. ശ്രീ രാഘവപുരം ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ശ്രീരാമസ്വാമി പട്ടാഭിരാമനായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത്. അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മഹാക്ഷേത്രം. മരുത്വമല കൊണ്ടുപോകുന്ന സമയങ്ങളിൽ അതിൻ്റെ ചെറിയൊരു ഭാഗം അടർന്നു വീണ് ആ സ്ഥലമാണ് ഏഴുമല എന്ന് പറയപ്പെടുന്നത്. ആ സ്ഥലത്തിൻ്റെ അടുത്തു തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലുള്ള പഴയങ്ങാടി എന്ന ദേശമുണ്ട്. ആ ദേശത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ചെറുതാഴം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതീവ ശക്തിയുള്ള ഒരു മഹാക്ഷേത്രമാണ്. ഹനുമാൻ സ്വാമി ഇവിടെ ധ്യാനസ്ഥനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ട് വേഗം വരാം. നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ടേക്ക് യാത്ര തുടരുകയാണ്.
എന്താ പേര്? പേര് മധു. പേര് മധു അല്ലേ? പിന്നെ എവിടെയാ വീട്? വീട് ചെറുതാഴത്ത് തന്നെയാണ്. ചെറുതാഴത്ത് തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ എന്താ ജോലി ചെയ്യുന്നു? വഴിപാട് കൗണ്ടറിൽ ക്ലർക്കായിട്ടല്ലേ? കുറേ വർഷമായ നിങ്ങൾ? 22 വർഷമായി. ഈ ക്ഷേത്രത്തിൻ്റെ ശരിക്കുള്ള പേരെന്താ? നമ്മളെയൊക്കെ കേട്ടിട്ടുള്ള ഒരു അറിവ് എന്താ വെച്ചാൽ ഹനുമാൻ ക്ഷേത്രം, ചെറുതാഴം ഹനുമാൻ ക്ഷേത്രം എന്നാണ് കേട്ടിട്ടില്ല. ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്താ? ചെറുതാഴം രാഘവപുരം ക്ഷേത്രം എന്നാണ് ശരിക്കുള്ള പേര്. പക്ഷേ സ്വാമിയുടെ താല്പര്യപ്രകാരമാണ് ഹനുമാരമ്പലം എന്ന പേര് അല്ലേ? കുറച്ചും കൂടി കിട്ടും. ഹനുമാന്റെ ഇഷ്ട നിവേദ്യമായ അവിൽ നിവേദ്യം പ്രധാന നിവേദ്യമായതുകൊണ്ടാണ് ആ ഒരു പേരാണ് അല്ലേ? ഇവിടെ ഹനുമാൻ സ്വാമിക്കാണ് ഏറ്റവും പ്രാധാന്യം അല്ലേ? ശ്രീരാമ ക്ഷേത്രമാണ്. പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനാണ്. സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമനാണ്. പട്ടാഭിരാമനാണ്. ഹനുമാൻ ഉപദേവനാണ്. പക്ഷേ ഉപദേവനാണെങ്കിലും സ്വാമിയുടെ ശക്തി കൊണ്ടും സ്വാമി ധ്യാനത്തിലായതുകൊണ്ടും ശ്രീരാമ ഹനുമന്റെ ആ ഒരു ബന്ധം കൊണ്ടും ശ്രീ ഹനുമാരമ്പലം എന്ന പേര് പ്രസിദ്ധമാണ് അല്ലേ? ഇവിടുത്തെ ഉത്സവം എപ്പോൾ വരുന്നത്? മകരമാസം 20 മുതൽ 27 വരെയാണ് ഉത്സവം. 20 മുതൽ 27. ഉത്സവത്തിന്റെ പ്രധാനം ഈ തെടമ്പ് നൃത്തം. മലബാറിലെ പ്രധാനമാണ് ഈ തെടമ്പ് നൃത്തം. തൃശ്ശമ്പരത്ത് കാണുന്ന പോലെ 4 ദേവന്മാര്, അതായത് ഹനുമാൻ, ശ്രീരാമൻ, ദുർഗ, പരമശിവൻ, ഈ 4 ദേവന്മാരുടെ തെടമ്പ് പുറത്തെഴുന്നള്ളിച്ച് ദേവനർത്തകർ തലയിൽ വെച്ചിട്ട് ഒരേ താളത്തിൽ നൃത്തം ചെയ്യുന്ന സ്ഥലം. അത് ഈ സംസ്ഥാനത്ത്, കേരള സംസ്ഥാനത്ത് തന്നെ 4 തടമ്പ് ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ക്ഷേത്രം ഹനുമാരമ്പലമാണ്. ഏത് മാസം പറഞ്ഞത്? മകരമാസം. ഫെബ്രുവരി 3 മുതൽ 10 വരെ അല്ലേ? ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ എത്ര മണിക്ക് ഇത് തുടങ്ങുക? തടമ്പ് നൃത്തം വൈകിട്ട് നമ്മൾ ആനപ്പുറത്ത് കാഴ്ചശിവേലിയാണ്. ആനപ്പുറത്ത് എഴുന്നള്ളിപ്പാണ് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ്. അതിനുശേഷം അതിന്റെ സമാപനത്തിലാണ് തടമ്പ് നൃത്തം വരുന്നത് അല്ലേ? എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏകദേശം 6:30 മണിക്ക് ശേഷം ഒരു 8 മണിക്കുള്ളിലായിട്ട് അല്ലേ? പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ? പ്രധാന നിവേദ്യം ഹനുമാന്റെ അവിൽ നിവേദ്യമാണ്. പക്ഷെ ഹനുമാന്റെ അവിൽ നിവേദ്യം കഴിക്കുന്നതിനോടിച്ച് സ്വാമിക്ക് ശർക്കര പായസം നിവേദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഭക്തന്മാർ ഒരു അവിൽ നിവേദ്യം റിസീറ്റ് ആക്കുമ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ ശ്രീരാമനും കൂടി നിവേദ്യം ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ കാലപ്പഴക്കം എത്ര പഴക്കമുണ്ടാവും? 4500 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു അല്ലേ? ആരെ പ്രതിഷ്ഠയായി ചെയ്ത ആരും അറിയും? ഭാർഗവരാമൻ, പരശുരാമ പ്രതിഷ്ഠയാണെന്നാണ് സങ്കല്പം. ഭാർഗവരാമനെ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇവിടെ വന്നു ഹനുമാൻ? ഹനുമാൻ്റെത് ഏഴുമലയാണ് ഹനുമാന്റെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് പ്രധാന ഇതായിട്ട് പറയുന്നത്. രാവണ യുദ്ധ സമയത്ത് അസ്ത്രേറ്റിട്ട് ലക്ഷ്മണന് ബോധക്ഷയം വരുമ്പോൾ മുദ്ദസഞ്ജീവനി എന്നുള്ള ഒരു ഔഷധത്തിന് വേണ്ടി ഹനുമാനെ ഹിമാലയത്തിലേക്ക് അയക്കുന്നു. അവിടുന്ന് അത് കിട്ടാഞ്ഞ മല മൊത്തം പറിച്ച് വരുന്നതിന്റെ ഒരു പീസ് അടന്ന് വീണെന്നാണ്. അവിടുന്നില്ല നോട്ടാണ് ഹനുമാൻ സങ്കല്പം. അതാണ് ഈ ഹനുമാൻ പ്രതിഷ്ഠ വരാനുള്ളൊരു കാരണം അല്ലേ? പിന്നെ അത്രയും കാലപ്പഴക്കമുള്ള ത്രേതായുഗത്തിലുള്ള കാലപ്പഴക്കം. പിന്നെ ഇവിടുത്തെ പിന്നെ നിങ്ങളെല്ലാം കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടോ അറിയില്ല, ഇവിടുത്തെ ഒരു പ്രധാന ഐതിഹ്യം എന്താ ശരിക്കും പറഞ്ഞാൽ? അത്ഭുതമായിട്ടുള്ള ഐതിഹ്യം ഈ ക്ഷേത്രം അഗ്നിക്കിരി ആയിട്ടുണ്ട്. അതെ, അതാ ചോദിച്ചത്. അത് അഗ്നിക്കിരിയായ സമയത്ത് അത് എങ്ങനെയായത്? അത് പറയപ്പെടുന്ന ഒരു ഭക്തൻ വന്നിട്ട് ഒരു തീ കൊടുത്തു പോയി. അല്ല, അങ്ങനെയല്ല. ഭക്തൻ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു വഴിപാട് കിട്ടാഞ്ഞപ്പോൾ അദ്ദേഹം സങ്കടത്തോടെ മടങ്ങിയിരുന്നു. ആ സമയം വൈകിയതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വിളക്ക് കത്തുന്നതിന് വിളക്ക് കാക്ക കുത്തിയിട്ട് അഗ്നിക്കരയാക്കി. അപ്പോൾ ലങ്കാദഹനം എന്നാണ് അതിന് പറയുന്നത് അല്ലേ? അത് എത്ര വർഷം മുമ്പ്? അത് ഏതായാലും 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മളൊന്നും ആരൊന്നും ഇല്ല. ഇവിടെ ഗോക്കളുണ്ടോ? ഇത് 237 ബ്രാഹ്മണന്മാരുടെ ഒരു അവരെ പാരമ്പര്യമായിട്ട് അവരെ ഇതില്ല. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ഫീൽ ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പണ്ട് ബ്രാഹ്മണന്മാർ യാഗശാല കെട്ടി യാഗം ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നിച്ചാൽ ഉണ്ടായിരുന്നു. അങ്ങനെ കേട്ടിട്ടില്ല. അറിയില്ല അങ്ങനെ ഒരു സാമീപ്യം. എന്നിട്ട് അവിടുന്ന് പാരായണവും കാര്യങ്ങളൊക്കെ ബ്രാഹ്മണ അവരുടെ ആരുടെ ക്ഷേത്രം തന്നെയാണ്. അതെ.
പിന്നെ അതുപോലെ തന്നെ പിന്നെ കർക്കിടക മാസം രാമായണ പാരായണം കൂടെ പ്രധാനം അല്ലേ? കർക്കിടക മാസം രാമായണ മാസം പ്രധാനമാണ്. അതായത് മിഥുന സംക്രമം തൊട്ട് കർക്കിടകം 31 ദിവസം രാമായണ പാരായണം, അന്നദാനം, വിശേഷ നിറമാലകൾ, സപ്താഹങ്ങൾ, ഈ ഒരു മാസക്കാലം. അതായത് ശ്രീരാമ ക്ഷേത്രം ആയതുകൊണ്ട് അതിൻ്റെ ഒന്നിച്ച് ശ്രീരാമൻ്റെ ഒന്നിച്ച് സീതാ ലക്ഷ്മണന്മാരും ഹനുമാനും ഉള്ളതുകൊണ്ട് ഏകക്ഷേത്ര ദർശനത്തിലൂടെ നാലമ്പല ദർശനം സായുജ്യം കൂടി കിട്ടുന്ന ക്ഷേത്രമാണ്. ഈ 4 ദേവന്മാർ കൂടി ഉണ്ടായതുകൊണ്ട് ഈ ഭരതശക്തിമാരുടെ മനസാന്നിധ്യം എപ്പോഴും ഈ ക്ഷേത്രത്തിലുണ്ട്. അതുകൊണ്ട് ആ ഭക്തന് ആ അനുഭൂതി കിട്ടുന്നതാണ് പറയുന്നത് അല്ലേ? പിന്നെ ഇവിടെ അന്നദാനം ഉണ്ടല്ലേ? എല്ലാ ശനി ഞായറും ദിവസങ്ങളിലും. പിന്നെ ഈ ഭഗവാന്റെ ജന്മനക്ഷത്രമായ ശ്രീരാമസ്വാമിയുടെ ജന്മനക്ഷത്രമായ പുണർദ നക്ഷത്രത്തിനും അവിടെ അന്നദാനം കൊടുത്തു വരുന്നുണ്ട്. പുണർദ നക്ഷത്രത്തിന് തന്തിയുടെ വിശേഷാൽ പൂജയായിട്ട് അവിടെ പുണർദ വിശേഷാൽ പൂജ, അത് എല്ലാ നക്ഷത്രക്കാർക്കും അന്നൊരു പൂജ. നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, കുട്ടികളില്ലാത്തവർക്ക് ഈ സന്താനഗോപാല പുഷ്പാഞ്ജലി, വിവാഹം കഴിയാത്തവരെ സ്വയംവര പുഷ്പാഞ്ജലി, കുടുംബ ഐക്യത്തിന് വേണ്ടി ഐക്യമത്യ ദീർഘായുസിന് വേണ്ടിയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഇതൊക്കെ പക്ഷേ ചിലവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുമായിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് നമുക്ക് ചിലപ്പോൾ എത്തുമ്പോൾ ലൈറ്റ് ആയി പോകുമല്ലോ. അവർക്ക് വഴിപാട് ഓൺലൈനിലും വിളിച്ച് ബുക്ക് ചെയ്യാം. മറ്റു നിവേദ്യങ്ങൾ നമ്മുടെ ഫോൺ വഴി ബുക്കിംഗ് സ്വീകരിക്കുന്നുണ്ട് അല്ലേ? പൈസ അടച്ചാൽ മതി, പൈസ വന്നിട്ട് അടച്ചാൽ മതി. അല്ല, വരാൻ പറ്റിയില്ലെങ്കിലും അത് ചെയ്യും. ഓൺലൈൻ പേയ്മെന്റ് ചെയ്താൽ നമ്മൾ വഴിപാട് ചെയ്യും. അതിന് നിങ്ങളെ പിന്നെ ഫോൺ നമ്പർ ഒന്ന്, അഡ്രസ്സും നമ്പർ, കാർഡ്, വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. 0497 2 810 477. അതാണ് ഇത് ഓഫീസ് നമ്പറാണ്. ഈ ഒരു നമ്പറേ ഉള്ളൂ, ഈ ഔദ്യോഗിക നമ്പർ ഇതാണ്. പിന്നെ അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാരെ വിളിച്ചാൽ കിട്ടും സംവിധാനം. ഇത് മലബാർ ദേവസ്വത്തിന്റെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ക്ഷേത്രഭരണം നിയന്ത്രിക്കുന്നത്. പാരമ്പര്യ ട്രസ്റ്റി വാരണപ്പൂടിലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ കുടുംബമാണ്. അതേപോലെ തന്നെ ഈ ശ്രീരാമ ഹനുമൽ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവർക്ക് നടക്കുന്നുണ്ട് അല്ലേ? പിന്നെ അതുപോലെ പിന്നെ ആഞ്ജനേയന് വേറെ തന്നെ പൂജയും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രതിഷ്ഠയും അങ്ങനത്തെ ഒന്നും ഉണ്ടോ? ആഞ്ജനേയ പ്രതിഷ്ഠ പറയുന്നതാണ് കിഴക്കോട്ടാണ് നമുക്ക്. ശ്രീരാമ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് മുഖം, ആഞ്ജനേയൻ കിഴക്കോട്ട്. ധ്യാനത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. എന്നിട്ട് ധ്യാന രൂപത്തിലുള്ള സങ്കല്പമാണ്. അതുകൊണ്ട് നമ്മൾ കാര്യസാധ്യം കുറച്ച് മെല്ലെ കിട്ടും. അപ്പോൾ അവിനിവേദ്യമാണ് പ്രധാനം. നവഗ്രഹ സങ്കല്പത്തിലാണ് ഈ നിവേദ്യം തയ്യാറാക്കുന്നത്. അവില്, വെല്ലം, തേങ്ങ, കൽക്കണ്ടി, മുന്തിരി, തേൻ, നെയ്യ്, പഴം, ഏലക്കായ, ഇതാണ് 9 നിവേദ്യ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ നിവേദ്യം പ്രത്യേകം ചെടപ്പള്ളിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട്. അമ്പലപ്പുഴ പാൽപ്പായസം പോലെ വടക്കേ മലബാറിൽ പ്രസിദ്ധമാണ്. ചെറുതായിട്ട് ഹനുമാരംഭത്തിൽ അവിനിവേദ്യം. പായസം പിന്നെ കറുക പായസമാണോ അല്ലെങ്കിൽ ശർക്കര പായസം? ശ്രീരാമന് ശർക്കര പായസം, അതായത് നാളികേരം, ശർക്കര, അരി. ഇവിടെ എത്ര ദേവതമാരുണ്ട് ഇപ്പം? ദുർഗാദേവി, 4 ദേവന്മാരാണ്. ദുർഗാദേവി, പിന്നെ ദുർഗാദേവി, പരമശിവൻ, പിന്നെ ഹനുമാൻ, ശ്രീരാമൻ. ഗണേശനില്ല. ശ്രീരാമൻ സീതാ ലക്ഷ്മണ സമേതനായിട്ട് അല്ല, അങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ക്ഷേത്രക്കുളമാണ് നേരെ മുന്നിൽ കാണുന്നത് അല്ലേ? കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്ന് വരുന്നതാണെങ്കിൽ പഴയങ്ങാടി വഴി വരാം, കളിപ്പറമ്പ്, പിലാത്ര വഴി അങ്ങനെയും വരാം. പയ്യന്നൂരിൽ നിന്ന് വരുന്നവർക്ക് പയ്യന്നൂർ, ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് ഇവിടത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? കണ്ണൂരിന് 26 കിലോമീറ്റർ. തളിപ്പറമ്പെന്നോ? തളിപ്പറമ്പെന്ന് ഏകദേശം 15 കിലോമീറ്ററോളം വരും. അടുത്ത് പിലാത്തറ വന്നിട്ട് വരുന്നതായിരിക്കും അല്ലേ? ടൗൺ പിലാത്തറയാണ്. റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പഴയങ്ങാടി ഇറങ്ങിയിട്ട് ആയിരിക്കും ഓട്ടോ ബസ്സിന് വരാം. ഹനുമാരമ്പലം ബോർഡ് വെച്ച് അതീവ പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വിളിച്ചാൽ വിളിപ്പുറത്തിരിക്കുന്നതാണ് ശ്രീരാമസ്വാമി എന്നും പറഞ്ഞിട്ടുണ്ട്. മംഗല്യം, അതായത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ മംഗല്യ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതുപോലെ മാറാവ്യാധികളുള്ളവർക്ക് മാറാവ്യാധികളും മാറുന്നുണ്ട്. എത്ര മണിക്ക് ഇവിടെ നട തുറക്കുന്നത്? രാവിലെ 4:30 മണിക്ക് നട തുറക്കും. ഉച്ചയ്ക്ക് 12:30 വരെ. 12 വരെ ആൾക്കാർക്ക് വന്ന് കാണാൻ പറ്റും. 4:30 നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം, ആദ്യം പള്ളി ഉണർത്തൽ, അത് കഴിഞ്ഞിട്ട് അഭിഷേകം, 4 ദേവന്മാരെ അഭിഷേകം കഴിയുമ്പോഴത്തെ രാവിലെ 6 മണിക്ക് ഉഷപൂജ, അതിനുശേഷം 6:30 മണിക്ക് ഉഷശിവേലി, അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ചപൂജ, അതിനുശേഷം ശിവേലി. വൈകിട്ട് 5:30 തുറന്ന് സന്ധ്യക്ക് ദീപാരാധന കഴിഞ്ഞിട്ട്
7:30 അത്താഴ പൂജ, അത്താഴ ശിവേലിയും കൂടി കഴിഞ്ഞിട്ട് 8 മണിയോടുകൂടി നടയടക്കും. പിന്നെ ഇത് പുനഃപ്രതിഷ്ഠ ചെയ്ത ആരാന്ന്? പുനഃപ്രതിഷ്ഠ താന്ത്രികം കരുമാരത്തിലത്ത് കൊളച്ചേരി. കരുമാരത്തിലത്ത്. ഇപ്പോൾ ഇവിടുത്തെ മേൽശാന്തി ആരാ? മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, മാധവപ്പള്ളി ഇല്ലത്ത് സുബ്രഹ്മണ്യൻ. എത്ര ജീവനക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ? ജീവനക്കാർ 12 പേര്. 12 പേര്. എല്ലാവരും സംതൃപ്തിയോടുകൂടി ഇവിടെ ഭഗവാന്റെ പാദസേവ ചെയ്യുന്നു അല്ലേ? നന്നായി വരട്ടെ. എല്ലാം നിങ്ങളെ എല്ലാവരും പെരുമാറ്റം കണ്ടാൽ മാത്രം മതി. അതുകൊണ്ട് നമുക്കും അതുകൊണ്ട് ചെയ്യണമെന്ന് തോന്നാനും അത്രയും ദൂരത്ത് നിന്ന് വരാനുള്ളൊരു കാരണം അതാണ്. സന്തോഷമായി. എല്ലാവരും വളരെ സന്തോഷത്തോട് തോന്നി കാണുന്നുണ്ട്. നമസ്തേ. കാണാം. ഞാൻ ഈ കുളവും കൂടി എടുത്തിട്ട് ഇവിടുത്തെ ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടെ നല്ല പെരുമാറ്റം കണ്ടാൽ മാത്രം മതി. രാമനെ കണ്ട പോലെ തന്നെയാണ്. അത്രയധികം സ്നേഹബഹുമാന ഭയഭക്തിയോടുകൂടി അവരുടെ പെരുമാറ്റം കണ്ടാൽ മാത്രം മതി. ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ഷേത്ര കാഴ്ചയുമായി കാണും വരെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. നല്ല നമസ്കാരം. എല്ലാവർക്കും നന്മ വരട്ടെ.